എല്ലാ വ്യക്തികളെയും അവരുടെ ആവശ്യങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല ഇടയനായി പ്രിയ അച്ഛനെ ദൈവം ഉപയോഗിക്കുന്നു. പള്ളിയിൽ എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയും, അച്ഛാ ശക്തമായി പരസ്യം പറയണം. എന്തോന്ന് പറയണം? ശക്തമായിട്ട് പരസ്യം പറയണം. അത് എങ്ങനെയാണ് പറയേണ്ടതെന്നും ഈ പ്രഭാതത്തിൽ എനിക്ക് അല്പം കൂടെ ഗ്രാഹ്യം വന്നു. കാരണം അച്ഛൻ ചില കാര്യങ്ങൾ വളരെ ശക്തമായി പറയുന്നു. അച്ഛൻ്റെ ശുശ്രൂഷകൾ ഈ സഭയ്ക്ക് ഏറെ അനുഗ്രഹമായി തീരുന്നു. തുടർന്നും പ്രിയച്ഛനെയും കുടുംബത്തെയും ദൈവം മാനിക്കട്ടെ. ഇന്ന് ഇപ്രകാരം ഒരു അവസരം ലഭിക്കുമ്പോൾ സ്നേഹം ബഹുമാനമുള്ള കൊയറിൻ്റെ കൺവീനർ എൻ്റെ സഹപാഠി കൂടെ ആയിരിക്കുന്ന പ്രദീപ് രാജ് വിളിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, പറ്റില്ല. കാരണം നിങ്ങളിവിടെ കൊയറിൻ്റെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയ സമയം 7 മണിക്ക് എൻ്റെ പള്ളിയിൽ ആരാധന ആരംഭിച്ച സമയമാണ്. 9 മണി ആരാധനയൊക്കെ കഴിഞ്ഞു. ഇപ്പം സൺഡേ സ്കൂൾ കഴിഞ്ഞു, യൂത്തും കഴിഞ്ഞ് ആൾക്കാർ പോകാനുള്ള ക്രമീകരണമായി എൻ്റെ പള്ളിയിൽ. അപ്പം ഞാൻ പറഞ്ഞു, ഒരിക്കലും നടക്കില്ല, കഴിയില്ല. അദ്ദേഹം വിളിച്ചത്, അച്ഛാ ഞങ്ങളുടെ പള്ളിയിൽ വരണം, എടാ നീ വരണം. 2 പദപ്രയോഗമാണ്. അച്ഛാ ഞങ്ങളുടെ പള്ളിയിൽ വരണം, എടാ നീ വരണം. കാരണം ദൈവം നൽകിയ ഒരു അനുഗ്രഹത്തെ മാനിക്കുകയും ആദ്യം മുതലുള്ള സ്നേഹം നിലനിർത്തുകയും ചെയ്തു. ഒത്തിരിയേറെ സന്തോഷിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതിൻ്റെ കൂട്ടത്ത് ഒരു കാര്യം കൂടെ പറയണം എന്ന് ഞാൻ ചിന്തിക്കുക. ഞങ്ങൾ +1 +2 VHSC പാറശാലയിൽ പഠിക്കുന്ന സമയത്ത് കാരക്കോണത്ത് വന്നിറങ്ങും. വൈകുന്നേരത്ത് കാരക്കോണത്ത് വന്നിറങ്ങിയിട്ട് അദ്ദേഹം ഇങ്ങോട്ടുള്ള ബസ്സിൽ കയറും, ഞാൻ പെരിങ്കിടവിളയ്ക്കുള്ള ബസ്സിൽ കയറും. അപ്പോൾ ഞങ്ങൾക്കൊരു മോര് കടയുണ്ട്. മോര് കട 2 രൂപയാണ് ഒരു ഗ്ലാസ് മോര്. അപ്പം ഞങ്ങൾ ചെയ്യുന്നത് 2 രൂപ കൊടുത്ത് 1/2 ഗ്ലാസ് മോര് വീതം ഒഴിച്ച് 1 ഗ്ലാസ്സാക്കി ഞങ്ങൾ കുടിക്കും. എത്ര രൂപയാണ്? 2 രൂപയ്ക്കുള്ള മോര്. അതിലും അല്പം കൂടെ വ്യത്യാസം എന്ന് പറയുന്ന, ഒരു ദിവസം ഞങ്ങളിൽ പൈസ ഇല്ല, 1 രൂപയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 1/2 ഗ്ലാസ് മോര് വാങ്ങി 2 ഗ്ലാസ്സിലായിട്ട് ഒഴിച്ച് കുടിച്ച് ദിവസങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് എനിക്ക് അറിഞ്ഞുകൂടാ, എൻ്റെ വീട് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. പക്ഷേ ഞങ്ങളുടെ ക്ലാസ്സിൽ എന്തെങ്കിലും അസുഖം ഞങ്ങൾക്ക് വന്നാൽ അദ്ദേഹത്തിൻ്റെ വീട് എനിക്ക് അറിയാവൂ. അപ്പോൾ ലീവ് കിട്ടും, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോവും. രണ്ടാമത് എനിക്കെന്തെങ്കിലും ആവശ്യം വന്നാൽ എൻ്റെ വീട്ടിനടുത്തുള്ള ആൾക്കാരവിടെ പഠിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ആർക്കും വീട് അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിന് അറിയാം. അത്രയും വളരെയധികം സ്നേഹബന്ധമുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങളെ നമ്മൾ മറന്നു പോകല്ല. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നവരെ നമ്മൾ മറന്നു പോകല്ല. അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറഞ്ഞു, പറ്റില്ല, നടക്കില്ല. അല്പം കൂടെ സമയങ്ങൾ കഴിയുമ്പോൾ ഈ ആലയത്തിൻ്റെ സഭാ സെക്രട്ടറി സ്നേഹം ബഹുമാനമുള്ള ശ്രീ ജയൻ അവറുകൾ വിളിക്കുകയാണ്. അദ്ദേഹം വിളിച്ചു. പിന്നെ മാനസികമായ ഒരു കെട്ടാണ്. മറ്റത് സ്നേഹബന്ധമായതുകൊണ്ട് നോ പറയാൻ പറ്റി. ഇത് മാനസികമായൊരു കെട്ട്. അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് ദക്ഷിണ കേരള മഹായിടവകയുടെ ബിഷപ്പിന് ആശ്വാസം പദ്ധതികൾ ആരംഭിക്കുന്ന സമയത്ത് അതിൻ്റെ ക്രമീകരണത്തിൽ രാത്രി ഏകദേശം 10 മണി കഴിയുമ്പോൾ ഈ ഭാഗത്തു നിന്ന് ഒരു കൂട്ടം യൗവനക്കാരുമായി വളരെ ചിരിച്ച മുഖത്തോടുകൂടെ അദ്ദേഹത്തെ ഞാൻ കാണുകയും പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ്. വളരെയധികം സഭയെ സ്നേഹിക്കുന്നു, ശുശ്രൂഷകളെ സ്നേഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഞാൻ അവസാനം എസ് പറഞ്ഞു. ഈ പ്രഭാതത്തിൽ മറ്റൊരു വ്യക്തിയെ എൻ്റെ ആലയത്തിലാക്കിയിട്ട് നിങ്ങളോടൊപ്പമായിരിക്കാൻ കഴിഞ്ഞു. വളരെ ചിട്ടയായിട്ട് ഈ കൊയറിന് പരിശീലനം നൽകുന്ന കൊയറിൻ്റെ കൺവീനറിനെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തെ ദൈവം മാനിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരിയേറെ സുപരിചിതമായ മുഖങ്ങൾ ഈ ആലയത്തിനകത്തുണ്ട്. ഡിസ്ട്രിക്റ്റിൻ്റെ യൂത്ത് സെക്രട്ടറി വന്നോ? ഡിസ്ട്രിക്റ്റിൻ്റെ യൂത്ത് സെക്രട്ടറി ഞാൻ കണ്ടില്ല, അതാ ചോദിച്ചത്. എൻ്റെ ജീവിത പങ്കാളി പഠിപ്പിക്കുന്ന കോളേജിൽ പഠിക്കുന്ന ചില കുഞ്ഞുങ്ങൾ ഈ ആലയത്തിലുണ്ട്. ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ കാരക്കോണം ആശുപത്രിയിലെ നിറസാന്നിധ്യം ഇവിടെയുണ്ട്. പലരുമൊക്കെ ഈ ആലയത്തിലുണ്ട്. നിങ്ങളോടൊപ്പമായിരിക്കാൻ ദൈവം നൽകിയ ശ്രേഷ്ഠമായ പദവിയെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. കൊയറിൻ്റെ ഒരു വലിയ പ്രത്യേകത പറഞ്ഞ് മുന്നോട്ട് പോകാം. വലിയൊരു ദൈവവചന ധ്യാനമൊന്നുമില്ല. നമ്മൾ ഒരുമിച്ച് ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകും.
ഒരു 10 അര കഴിയുമ്പോൾ അച്ഛൻ്റെ കയ്യിലേക്ക് മൈക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുക. കൊയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒറ്റ ശബ്ദത്തിൽ കേൾക്കുക എന്നുള്ളതാണ്. വ്യത്യസ്തമായ ശബ്ദങ്ങളെ ഒന്നാക്കി തീർക്കുക. പറ്റുമോ? ഫ്രണ്ടിരിക്കണ മക്കളെ, പല രീതിയിലുള്ള നിങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? ഒന്നിനെ പിടിച്ച് നേരെ ഇരുത്തിയിട്ട് ഇപ്പുറത്ത് വരുമ്പം അടുത്തത് പോയി. വലിയൊരു പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്നത് സ്നാനം എന്നത് ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പങ്കാളികളാവുകയും ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ പങ്കാളിയാവുകയും എന്നുള്ളതാണ്. സ്നാനമാണ് ഇന്നത്തെ പ്രഭാതത്തിലെ ധ്യാനചിന്ത. കൊയർ സൺഡേയും ഈ സ്നാനചിന്തയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. ഞാനൊരു ആലയത്തിലിരിക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും കൂടുതൽ പരാതി കേൾക്കുന്ന ഒരു വ്യക്തി ഈ പള്ളിയിലുള്ളതല്ലല്ലോ, മിക്സർ ഓപ്പറേറ്റർ ഭാഗ്യവാനാണ്. ഏറ്റവും കൂടുതൽ പരാതി കേൾക്കുന്ന ആൾ മിക്സർ ഓപ്പറേറ്ററാണ്. കാരണം എൻ്റെ കൊച്ചിൻ്റെ സൗണ്ട് മുൻവൈരാഗ്യം ഉള്ളതുകൊണ്ട് പുറത്തു വരുന്നില്ല, ഞാൻ പാടുന്നത് കേൾക്കുന്നില്ല. ഹോളി ക്രോസ് നിലമാമൂട്ടിൽ അങ്ങനെ ഒരു കംപ്ലൈൻറ്റും ആർക്കും ഇല്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഉണ്ടെങ്കിൽ അച്ഛണ്ട് ഇരുന്നാൽ മതി. വളരെ സന്തോഷത്തോടെ അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. ഒരു നല്ലൊരു മനുഷ്യനാണ്, ഒരു മെക്കാനിക്കാണ് അദ്ദേഹം ഒരു പ്രൊഫഷണൽ മിക്സർ ഓപ്പറേറ്റർ അല്ല. നന്നായിട്ട് മിക്സർ ഓപ്പറേറ്റ് ചെയ്യുന്നത് യൂട്യൂബുകളിൽ സെർച്ച് ചെയ്ത് പഠിച്ച് മനോഹരമായിട്ടാണ് അദ്ദേഹം ഈ മിക്സർ കൈകാര്യം ചെയ്യുന്നത്. കാരണം വ്യത്യസ്തങ്ങളായ രീതിയിൽ പാടുമ്പോൾ അതിനെ ഒരുമിച്ച് ക്ലിയർ ചെയ്ത് അദ്ദേഹം കേൾപ്പിക്കുക. അത് ആൾക്കാർക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു, സ്നാനം എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുകൂടെ മരിക്കുന്ന അനുഭവം. ഒരു ചിന്ത. ഇന്ന് ഇവിടെ രണ്ടാമത്തെ പാട്ട് പാടിയത് ഒരു കരോൾ ഗാനമായിരുന്നു. കരോൾ ഗാനം വളരെ മനോഹരമായിട്ടാണ് പാടിയത്. ഇടയ്ക്കിടെ ഇങ്ങനെ കുറ്റം പറയും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. നന്നായിട്ട് പാടി. എന്നാൽ അതിൻ്റെ സ്വരം അല്ലേ, അങ്ങനെയല്ലേ പറയണേ, സ്വരം പാടിയപ്പോൾ ചിലരൊക്കെ ഉച്ചത്തിൽ അവരുടെ ശബ്ദം എന്ത് ചെയ്യാനുണ്ടായിരുന്നു, റെക്കോർഡിംഗ് ഉണ്ട്, കേട്ട് നോക്കുക. ചില സമയത്ത് കേട്ടു. ഞാൻ പറയും, ചിലതൊന്നും എന്ത് ചെയ്യില്ല സാറേ, ചത്തില്ല. ചിലതൊന്നും ചത്തില്ല. മനസ്സിലായോ? ഇവരെയൊക്കെ പഠിപ്പിച്ചെടുക്കുക ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇതിന് ഓരോരുത്തർക്കും അവരുടേതായ ശൈലിയുണ്ട്, സ്വന്തമായിട്ടുള്ള രീതിയുണ്ട്. പക്ഷെ കൊയറിൽ വരുമ്പം അതൊക്കെ എന്ത് ചെയ്യണം, പുറത്ത് വയ്ക്കണം. ഓരോരുത്തർക്കും ഓരോ പൊസിഷനുണ്ട്, അവരിരുത്തിയിരിക്കുന്ന രീതികളുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇവിടുന്ന് മുഖമൊന്നും കാണാൻ പറ്റുന്നില്ല, അതിൻ്റെ ഒരു വിഷമവും എനിക്കുണ്ട്. തിരിഞ്ഞു നോക്കണ്ട, കഴുത്തുളുക്കും, അങ്ങനെ തന്നെ ഇരുന്നു. അപ്പോൾ ഇവർക്ക് ഒരു സ്ഥലമുണ്ട്, ഒരു രീതിയുണ്ട്, അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. എപ്പോഴും സോളോ പാടുമ്പോൾ, ഒറ്റയ്ക്ക് നിർത്തി പാടിക്കുമ്പം എന്ത് വേണമെങ്കിലും ഇടാം, എടുക്കാം, എഴുന്നേക്കാം, പാടാം, ഒരു കുഴപ്പമില്ല. പക്ഷെ കൊയർ പാടുമ്പോൾ അവിടെ ഇഷ്ടങ്ങൾക്കൊന്നും പ്രാധാന്യമില്ല. പിന്നെ അവിടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഏറ്റവും നന്നായി അവരെ ഏൽപ്പിച്ച കാര്യം മാത്രം ചെയ്യുക. അത് ഓരോ മക്കളും ചെയ്യുമ്പോൾ അത് ഒരുമിച്ച് വരുന്ന ഒരു ഔട്ട്കം വളരെ മനോഹരമാണ്. ദക്ഷിണ കേരള മഹായിടവക അല്ലെങ്കിൽ CSA സഭയുടെ ഒരു അഭിമാനമാണ്. വീണ്ടും പറഞ്ഞാൽ ഒരു സ്വകാര്യ അഹങ്കാരമാണ് നമ്മുടെയൊക്കെ ചർച്ച കൊയർ. നമ്മളൊക്കെ ചിലപ്പോൾ ഈ പാട്ട് കേട്ടിട്ട് ഇതൊക്കെ എന്തോ സംഭവം നമ്മളിങ്ങനെ നോക്കിയിരിക്കും. കാരണം നമുക്കതിൽ ഇൻവോൾവ് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ എല്ലാവർക്കും പഠിച്ച് ഒരുപോലെ 1000 വന്നാലും 10000 വന്നാലും ഒരുമിച്ച് പാടുവാൻ തയ്യാറാകുന്ന രീതിയിൽ, ഒരുക്കമുള്ള രീതിയിൽ ഒരു നോട്ടുണ്ട്, ക്രമീകരണമുണ്ട്. അതിന് ചിലപ്പോഴൊക്കെ ചത്തേ മതിയാകുകയുള്ളൂ. അനുഗ്രഹിക്കപ്പെട്ട് ഒരുമിച്ച് നിൽക്കണമെങ്കിൽ ഞാനെന്ന ഭാവം, എൻ്റേതെന്ന ചിന്തകൾ പലപ്പോഴും മാറ്റിവെക്കപ്പെടണം.
ആ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുന്ന ഒരു പദമാണ് സ്നാനം എന്ന് പറയുന്ന ശുശ്രൂഷ. സ്നാനം എന്ന് പറയുന്ന ശുശ്രൂഷ. കഴിഞ്ഞ ഞായറാഴ്ച എന്തോ ചിന്തിച്ചേ? കഴിഞ്ഞ ഞായറാഴ്ച എന്തെങ്കിലും ചിന്തിച്ചാ? പാവം ലൂയിസ് അച്ഛൻ നോക്കുകയാണ്. എടാ പറ, നാണം കെടുത്താതെ. ദൗത്യമായിരുന്നു. ദൗത്യ നിർവഹണ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ ഹൃദയവേദനയെ ഉൾക്കൊള്ളുന്നതാണ്, ആ ദൈവത്തിൻ്റെ വേദനയെ ഉൾക്കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് ദൗത്യം എന്ന് നമ്മൾ പഠിച്ചു. കർത്താവ് നമുക്ക് ദൗത്യം നൽകിയിട്ടുണ്ട്. നന്നാക്കുവാൻ, ഒരുമിച്ച് നിൽക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ചില ശുശ്രൂഷകൾ ആർക്ക് വേണ്ടി ചെയ്യാൻ? ആർക്ക് വേണ്ടി ചെയ്യാൻ? എനിക്ക്, എൻ്റെ കുടുംബത്തിന്, പിന്നെ അത് കഴിഞ്ഞ അയൽക്കാർക്ക്. അങ്ങനെയാണോ? അങ്ങനെയാണോ? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമൂഹത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് വേദനയുള്ളതാണ്. ഈ ഭർത്താക്കന്മാരല്ല, നിങ്ങളുടെ ഭർത്താവിനോടൊത്ത് ജീവിക്കുന്ന അത്ര രസകരമായ കാര്യമാണോ? മുഖത്ത് നോക്കണ്ട, അല്ലാതെ പറഞ്ഞാൽ മതി, നിങ്ങളുടെ മുഖത്തൊന്ന് വായിച്ചെടുക്കാൻ പറ്റും. ഈ ഭാര്യയോടൊത്ത് ജീവിക്കുന്ന കാര്യം അത്ര രസകരമാണോ? സന്തോഷമുള്ളതാണോ? ഈ മക്കളെയൊക്കെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ആണോ? ചില സമയത്തെടുക്കുന്ന വേദന, ചില സമയത്ത് കൈക്കൊള്ളുന്ന വേദനയോടുള്ള നിലപാട്, എനിക്ക് മുറിവേറ്റാലും കുഴപ്പമില്ല, എൻ്റെ ഭർത്താവ് സന്തോഷിക്കണം, ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. എനിക്ക് മുറിവേറ്റാലും കുഴപ്പമില്ല, എൻ്റെ ഭാര്യ സന്തോഷമായിരിക്കണം, ആ കുടുംബം രക്ഷപ്പെടും. ഞങ്ങൾക്ക് മുറിവേറ്റാലും കുഴപ്പമില്ല, എൻ്റെ മക്കൾ സന്തോഷിക്കണം, ആ കുടുംബം രക്ഷപ്പെടും. ഞങ്ങൾ ഇത്തിരി പഠിച്ചിത്തിരി കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ ഇച്ചിരി സന്തോഷം കൊടുക്കാൻ പറ്റണം, ആ കുടുംബം രക്ഷപ്പെടും. ക്രിസ്തുവിൽ പ്രിയരെ, ആ ദൗത്യ ശുശ്രൂഷയിൽ കർത്താവ് പറയുന്നു, നിങ്ങൾ പുറപ്പെട്ടു പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പറയണം. സുവിശേഷം പറഞ്ഞിട്ട് അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ത് ചെയ്യണം? സ്നാനം കഴിപ്പിച്ച് അവരെ ശിഷ്യരാക്കണം. അതാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന കൂദാശ. അടുത്ത ഞായറാഴ്ച ഈ കൂദാശയുടെ അടുത്ത ഘട്ടമാണ്. നമുക്ക് 2 കൂദാശയേ ഉള്ളൂ. എന്തൊക്കെയാ മക്കളെ? എന്തൊക്കെ കൂദാശ? എന്തൊക്കെ കൂദാശ ഉണ്ടടാ? സ്നാനവും തിരുവത്താഴവും. അപ്പോൾ സ്നാനം എന്ന കൂദാശ നമ്മൾ എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവിനോട് ചേരാൻ, കർത്താവിനോട് ചേരുവാൻ നമ്മൾ സ്നാനപ്പെടുക. ഇന്ന് ഏറ്റവും കൂടുതൽ കർത്താവിൽ നിന്ന് മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ പലവിധമായ പ്രശ്നങ്ങൾ, ഒരു കേന്ദ്രബിന്ദു സ്നാനമാണ്. എന്തിനാ സ്നാനം? സ്നാനം എന്തിനാണെന്ന്? കർത്താവിനോട് ചേരാൻ. പക്ഷെ ഈ കർത്താവിനോട് ചേരാൻ എടുക്കുന്നതായ ഈ സ്നാനം എന്ന കൂദാശ ഇന്ന് അനേകരെ കർത്താവിൽ നിന്ന്, സഭയിൽ നിന്ന് അകറ്റി നിർത്തുകയാണ്. എന്തിൻ്റെയൊക്കെ പേരിൽ? വെള്ളത്തിൻ്റെ അളവിൻ്റെ പേരിൽ. മുക്കിയതാണോ സ്നാനം? തളിക്കുന്നതാണോ സ്നാനം? ഞാൻ പ്രദീപിൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ കുളം വല്ലതും ഉണ്ടെങ്കിൽ റെഡിയാക്കിയിട്ടിരിക്കുക. അപ്പം എൻ്റെ അടുത്തൊരു കുളമുണ്ട്, ധൈര്യമായിട്ട് പ്രസംഗിച്ചു. ഇത് കഴിഞ്ഞിട്ട് കുറേ എണ്ണത്തിനെ സ്നാനപ്പെടുത്തണമെന്ന് എൻ്റെ ആഗ്രഹം. ചിലരൊക്കെ നല്ലതല്ലേ, ലൂയിസ് അച്ഛൻ കൂടെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ചിന്തിക്കണേ. എങ്ങനെയെങ്കിലും കർത്താവിനോട് ചേരണം. എന്തിനാ സ്നാനം? കർത്താവിനോട് ചേരാനാ സ്നാനം. അത് തളിച്ചായിരുന്നാലും, മുക്കിയായിരുന്നാലും, ശിശുസ്നാനമായിരുന്നാലും, മുതിർന്ന സ്നാനമായാലും കർത്താവിനോട് കൂടെ ചേരാനാ സ്നാനപ്പെട്ടത്. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇത് വെറും പ്രഹസനമാണ്, ഇത് ബാഹ്യമായ പ്രകടനമാ മാത്രമായി തീരും. എന്നാൽ കൂദാശ എന്ന് പറയുന്നത് അതിന് ആന്തരികമായ മർമ്മമുണ്ട്, ആന്തരികമായ ചില സത്യമുണ്ട്. ആ സത്യം മനസ്സിലാക്കിയില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂദാശ എന്ന് പറയുന്ന ഈ സ്നാനം ബാഹ്യമായി നമുക്ക് പറയാൻ പറ്റും, അയ്യോ ഞാൻ തളിച്ചാ സ്നാനപ്പെട്ടത്, ഞാൻ മുഴുകിയാ സ്നാനപ്പെട്ടത്, അല്ലെങ്കിൽ ഞാൻ മുതിർന്നിട്ട, ഞാൻ ശിശുവായിരുന്നപ്പോഴാ. പലവിധമായ വാഗ്വാദങ്ങൾ ഉണ്ടാകാം. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സ്നാനം എന്ന് പറയുന്നത്, അതിൽ വ്യക്തമായി പറഞ്ഞ ബാപ്റ്റിസോ എന്ന പദത്തിന് മുക്കുക, തളിക്കുക, കഴുകുക, പല അർത്ഥവ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അർത്ഥവ്യത്യാസമില്ലാതെ പറയുന്നൊരു കാര്യം, കർത്താവിനോട് ചേരാൻ, കർത്താവ് ഒരുക്കുന്ന ആത്മീയമായ സഭയോട് ചേരുവാൻ, കർത്താവിൻ്റെ ശരീരത്തോട് ചേരുവാൻ നാം സ്നാനപ്പെടുകയാണ്.
സ്നാനപ്പെടുക. സ്നാനപ്പെട്ടവരൊന്ന് കരമെടുത്ത് ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. നിങ്ങൾ ഈ കൈയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൊക്കണം, നല്ലതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൈ ഉണ്ടെന്നൊരു ഓർമ്മ വരും. അടുത്ത ആൾക്കാരിരിക്കുന്നുണ്ട്, അപ്പോൾ കൈ പൊക്കുമ്പോൾ എന്ത് ചെയ്യും? അടുത്ത ആൾക്കാരുണ്ട് എന്ന് മുഖമൊക്കെ നോക്കി കൈ പൊക്കുന്നത് നല്ലതാണ്. കർത്താവിനോടുകൂടെ സ്നാനപ്പെട്ടവരാ നമ്മളെല്ലാവരും. അത് ചിലപ്പോൾ നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ നമ്മുടെ അപ്പനും അമ്മയും കൊണ്ടുവന്ന് എൻ്റെ കുഞ്ഞിനെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. അതൊരു പുതിയ ജനനമാണ്, ഒരു പുതിയ തുടക്കമാണ്. ഇവിടെ വേദപുസ്തകത്തിൽ ലേഖന പാഠഭാഗത്തിൽ പറയുന്നത് കർത്താവിനോടുകൂടെ അടക്കപ്പെടുകയാണ്. നമ്മൾ കർത്താവിനോടുകൂടെ അടക്കപ്പെടുക, കർത്താവിനോട് ചേർന്ന് നമ്മുടെ ജഡീകമായ സ്വഭാവങ്ങളെയും ജഡീകമായ രീതികളെയും കർത്താവിൽ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? അടക്കം ചെയ്യുക. അടക്കം ചെയ്യാറുണ്ട് നിങ്ങൾ? അടക്ക ശുശ്രൂഷ കണ്ടിട്ടുണ്ടോ? വളരെ മനോഹരമായ ശുശ്രൂഷയാണ്. കൊയർ അടക്ക ശുശ്രൂഷയ്ക്ക് ഉണ്ടാവാറുണ്ടോ? തിരിഞ്ഞു നോക്കണ്ട, ജനത്തെ നോക്കി പറഞ്ഞാൽ മതി. അടക്ക ശുശ്രൂഷയ്ക്ക് കൊയർ പാടാറുണ്ടോ? പലയിടത്തും തപ്പിപ്പിടിച്ചാൽ പോലും 2 അമ്മച്ചിമാരെ കിട്ടിയ അച്ഛന്മാർ ഹാപ്പിയാണ്. ദൈവമേ, പാടാൻ 2 എണ്ണമെങ്കിലും ഉണ്ടല്ലോ. ഈ കൊയറിനും വരില്ല, പള്ളിയിലും വരില്ല. പക്ഷേ ചോദ്യം, അടക്കം 10 മണിക്ക് നടത്തണം അച്ഛാ, 8 മണിയൊക്കെ ആകുമ്പോൾ കൊയർ എത്തുമല്ലോ. പള്ളിയിൽ വന്നിട്ടില്ലെങ്കിൽ അവർക്ക് അടക്ക സമയത്ത് എന്ത് വേണം? നിങ്ങൾക്ക് ആർക്കും അത് നിർബന്ധമില്ല. ഇപ്പം പെൻഡ്രൈവാണ്, മ്യൂസിക്കൊക്കെ കേട്ടോളം പാട്ട് ആരും വന്നില്ലെങ്കിലും പാടും. കൊയറിൻ്റെ ശുശ്രൂഷകൾ എന്ന് പറയുന്നത് അത് ആലയത്തിൽ ഒതുങ്ങുന്നതല്ല. ഏതൊരു ആരാധനയിലും ഏതൊരു ശുശ്രൂഷയിലും കൊയറിന് വലിയൊരു പ്രാധാന്യമുണ്ട്. മാറി നിൽക്കരുത്. കഴിയുന്നിടത്തോളം കർത്താവിനെ പാടി സ്തുതിക്കുവാൻ നിങ്ങൾ മുന്നോട്ട് വരണമേ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മരണ വീട്ടിലെ ശുശ്രൂഷ വളരെ അനുഗ്രഹമാണ്. ഇനി തെറ്റുവല്ലതും ചെയ്യുമോ? തെറ്റെയ്യോടാ, മരിച്ചു കിടക്കുന്ന ആള്. നിങ്ങൾക്കിത് മരണ വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇവിടെ ആരും ജനിക്കാറുമില്ല, മരിക്കാറുമില്ല, ഇങ്ങനെ ഇരിക്കുക എല്ലാവരും. ആണോ? മരണത്തിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ തിരിച്ചറിയുന്നത് ഇനി ഒരു പ്രവർത്തനവും ഇല്ല, ഇവൻ മരിച്ചിരിക്കുക. ഇനി എഴുന്നേറ്റ് വന്ന് തോന്നിയ വാക്കുകളൊന്നും പറയില്ല. ഇനി ഇവൻ്റെ കൈയും കാലും ഒന്നും ചലിക്കില്ല. അതുകൊണ്ട് കെട്ടി റെഡിയാക്കിയാണല്ലോ വയ്ക്കുന്നത്. അവസാനം അച്ഛന്മാർ പറയും, ഇനി കുഴപ്പമില്ല, ഇനി മണ്ണിനകത്ത് വയ്ക്കാൻ പോയി, അതുകൊണ്ട് ഇനി അഴിച്ചു വിട്ട് അവിടെ കിടന്ന് എന്തെങ്കിലും പ്രശ്നം കാണിച്ചാലും കുഴപ്പമില്ല, സ്ലാബിട്ട് ക്ലോസ് ചെയ്യുക. കർത്താവിൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നാനത്തിൽ നാം കർത്താവിനോടുകൂടെ അടക്കപ്പെടുകയാണ്. നമ്മുടെ ജഡീകമായ സ്വഭാവങ്ങൾ നമ്മുടെ പൂർവികരിലൂടെ, നമ്മുടെ ജീനുകളിലൂടെ നമുക്ക് കിട്ടിയ ചില കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് കോപിക്കുക, പലവിധമായ പ്രശ്നങ്ങൾ, ഒരാളിനോട് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. ഇതൊക്കെ നമ്മുടെ ജീന്. നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ ക്ഷിപ്ര കോപികളായിരുന്നു. അതിൻ്റെ തലമുറകളിൽ ഇതെല്ലാം ഉണ്ട്. പക്ഷേ സ്നാനത്തിൽ നമ്മൾ പറയുക, ഇന്നലെ വരെ ഉണ്ടായിരുന്ന അനുഭവമല്ല, ഇതാ ഞാൻ ദൈവത്തിൻ്റെ പൈതലായി എന്നെ സമർപ്പിക്കുക. കർത്താവേ, എന്നെ അങ്ങയോടുകൂടെ ഉയർപ്പിക്കണമേ. ഒരു തേജസ്, ഒരു പ്രത്യേകത, ഒരു മാറ്റം ജീവിതത്തിലേക്ക് വരുന്ന അനുഭവമാണ് ഈ സ്നാന ശുശ്രൂഷ എന്ന് പറയുന്നത്. കർത്താവിനോട് ചേരുന്നത്. ഞാനും എൻ്റെ ചേട്ടനും ഇടയ്ക്ക് സംസാരിച്ചൊരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും ജനിച്ചതുകൊണ്ട് എന്തു ചെയ്യും? ഇങ്ങനെ തന്നെ ഇരിക്കും. ഇപ്പം അതിന് സംഭവങ്ങളൊക്കെ ഉണ്ട്. വിദേശ രാജ്യങ്ങളിൽ മരിച്ചു കഴിഞ്ഞാൽ സ്റ്റഫ് ചെയ്ത് ലിക്വിഡിലിട്ടിട്ട് വയ്ക്കും. കാരണം അവർ പറയുന്നത് വർഷങ്ങൾ കഴിയുമ്പോൾ എന്തുണ്ടാവും? ജീവൻ കൊടുക്കാൻ പറ്റും. അന്ന് എന്ത് ചെയ്യണം? ബാങ്കിൽ ഉണ്ടാക്കിയെല്ലാം അവിടെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ജീവൻ തരണം. അതേപോലെയാണ് നമ്മളിരിക്കുന്നത്. ചത്താലും ഇങ്ങനെ അങ്ങിരിക്കും. അപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്. ജ്യേഷ്ഠൻ ഇങ്ങനെ പറഞ്ഞു, തമ്പിടാ, നീ ഒരു കാര്യം ചെയ്യണം. നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ടതാണ്. ഞാനാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ, നല്ല ചിന്തയാണ്, ഇടയ്ക്കിടയ്ക്കൊക്കെ ചിന്തിച്ചോണം. ഞാനാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ തമ്പി ഒരു കാര്യം ചെയ്യണം. നല്ലൊരു നോക്കിയ ഫോൺ വാങ്ങണം. കാരണം കീപെയ്ഡ്, നല്ല ചാർജ് ചെയ്യിക്കും. അതിനുശേഷം ഫുൾ ചാർജ് ചെയ്ത് സിമ്മിട്ട് റേഞ്ച് ഉണ്ടോയെന്നും കൂടെ ചെക്ക് ചെയ്ത് അവിടെ വയ്ക്കണം. എന്താ കാര്യം? ചിലപ്പോഴേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കേ, മരിച്ചു, അടക്കമൊക്കെ കഴിഞ്ഞ് പെട്ടിക്കകത്ത് ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ജീവൻ വന്നു, എന്തു ചെയ്യും?
കിടക്കിടക്ക് ചിന്തിക്കുന്ന നല്ലതാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, തമ്പി ഞാൻ അവിടെ എന്ത് ചെയ്യും, ഫോൺ എടുത്ത് തന്നെ വിളിക്കും, പെട്ടെന്ന് വന്ന് ഇതിനൊക്കെ റെഡിയാക്കി എന്നെ എന്ത് ചെയ്യണം, പുറത്തെടുക്കണം. ക്രിസ്തുവിൽ പ്രിയരെ, ഒരു മരണം നമുക്കുണ്ട്. ഈ ലോകത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ, ജനിച്ചു കഴിഞ്ഞാൽ ജീവിക്കുന്ന എല്ലാവരും മരിക്കും. പക്ഷെ ക്രിസ്തുവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാരാ. ജീവിച്ചിരിക്കുമ്പോൾ സ്നാനജലത്തിലൂടെ കർത്താവിലേക്ക് ചേർക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാരാ. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഞാൻ ഈ ലോകത്ത് മരിച്ചാൽ എനിക്ക് പേടിക്കാനില്ല. കാരണം എൻ്റെ കൂടെ ജീവിക്കുന്നൊരു ക്രിസ്തുവുണ്ട്. എൻ്റെ ജീവിതം എനിക്കുള്ളതല്ല, ഞാൻ യേശുവിന് വേണ്ടി സമർപ്പിച്ചത് കൊണ്ട് ആ യേശു എൻ്റെ കൂടെയുണ്ട്. കൂരിരുണ്ട പാതയിലൂടെ ഞാൻ നടന്നാലും ഞാൻ ഭയപ്പെടില്ല. കാരണം കർത്താവിൻ്റെ കൂടെയുണ്ട്. ആ സ്നാനത്തിലൂടെ ലഭിക്കുന്ന ഉറപ്പാ. ഞാൻ കർത്താവിന് വേണ്ടി എന്നെ സമർപ്പിച്ചത് കൊണ്ട് കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, മറന്നു പോകല്ല്. എന്തിനാ നാം സ്നാനമേറ്റത്? കർത്താവിനോട് ചേരാൻ, ക്രിസ്തീയ സഭയോട് ചേരുവാൻ. അങ്ങനെ കർത്താവിനോട് ചേർന്നെങ്കിൽ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ചിലരൊക്കെ പറയും, ഇവൻ്റെ കുടുംബം വളരെ മോശപ്പെട്ട കുടുംബം, ഈ വ്യക്തിക്ക് ഒരു നന്മയുണ്ടാവില്ല, അവൻ്റെ സ്വഭാവം പ്രശ്നമാണ്. പക്ഷെ പലരും കർത്താവിലായിത്തീരുമ്പോൾ, കർത്താവിനോട് കൂടെ തങ്ങളുടെ ജീവിതത്തെ അടക്കം ചെയ്ത് കഴിയുമ്പോൾ അവിടെ സ്വഭാവത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. സ്വഭാവത്തിൽ വലിയ നമ്മൾ പറയും, എന്ത് പറ്റിയെന്നറിഞ്ഞുകൂടാ, എന്ത് പറ്റിയെന്നറിഞ്ഞുകൂടാ. ഒരു വലിയ മാറ്റം, വ്യത്യാസം, അത് കർത്താവിനോടുകൂടെ അടക്കപ്പെട്ടത് കൊണ്ടാണ്. ഈ പ്രഭാതത്തിൽ നാം ഒരുമിച്ച് ഒരു നിമിഷം കൂടെ ചിന്തിക്കുക. കർത്താവിനോടുകൂടെ ചേരപ്പെട്ടവരാണോ നമ്മൾ? കർത്താവിലാണോ നമ്മൾ വസിക്കുന്നത്? കർത്താവിനൊത്തോടാണോ? അല്ല എങ്കിൽ കർത്താവിനോടുകൂടെ മരിക്കുവാൻ നാം സ്നാനപ്പെട്ടവരാണ്. കർത്താവ് നമുക്കൊരു നിത്യമായ ജീവിതം ഒരുക്കുന്നുണ്ട് എന്നൊരു ചിന്ത എപ്പോഴും ഉള്ളത്തിൽ വേണം. ഒരു ചെറിയ കഥ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് നിർത്താനായിട്ട് ആഗ്രഹിക്കുക. ഒരിക്കൽ ഒരു വ്യക്തി സ്നാനത്തിന് ക്ലാസ്സൊക്കെ കിട്ടി. നമ്മുടെ പോലെ ക്ലാസ് മാത്രമല്ല, നമുക്കൊരു 3 മാസം നീണ്ടു നിൽക്കുന്നൊരു ക്ലാസ്സുണ്ട്. എന്തിന്? മുതിർന്ന സ്നാനത്തിന്. മാതാപിതാക്കളെയൊക്കെ ഒന്ന് പരിശീലിപ്പിച്ചൊക്കെ സ്നാന ക്ലാസ് കൊടുക്കുന്നത്. എല്ലാം കൊടുത്ത് സ്നാനത്തിന് വേണ്ടി ഒരുക്കും. എന്നാൽ അവിടെ ഒരു പ്രത്യേക കൂട്ടായ്മയിൽ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും കുറവുകളൊക്കെ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് ചേരുവാനുള്ള ഒരുക്കമൊക്കെ നടത്തി നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ വെള്ളത്തിനകത്ത് ഇറക്കി മുക്കാനായിട്ട് പോയി അദ്ദേഹം അഭിഷിക്തൻ മുക്കി കർത്താവിനോട് കൂടെ സ്നാനപ്പെടുത്തി. അപ്പോൾ ഈ പുള്ളിക്കാരന് ഇത്രയും പേർക്ക്, ഒത്തിരി പേർക്ക് സ്നാനം കൊടുക്കുമ്പോൾ ഒരാൾ മാത്രം കൈ ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുക. 3 പ്രാവശ്യം മുക്കി, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ. അപ്പോഴീ കൈ എന്ത് ചെയ്തിട്ടുണ്ട്? പൊക്കി വെച്ചിട്ടുണ്ട്. സ്നാന ശുശ്രൂഷയൊക്കെ കഴിഞ്ഞു, കർത്തൃമേശ തിരുവത്താഴമൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പാസ്റ്റർ ഇദ്ദേഹത്തെ മാത്രം വിളിച്ചു. എന്തു പറ്റി? എന്താ ഒരു കൈ ഇങ്ങനെ പൊക്കി വെച്ചിരുന്നത്? അപ്പോഴദ്ദേഹം പറഞ്ഞു, ദൈവദാസനെ, കർത്താവിനോട് കൂടെ മുഴുവൻ ഇനി ഞാനല്ല, ഇനി ദൈവമാണ് എന്നിൽ ജീവിക്കുന്നത്, അടക്കപ്പെടാൻ കൊടുത്തതാണ്. അപ്പോഴാണ് ഒരു ഓർമ്മ വന്നത്, കഴിഞ്ഞ ദിവസം ഒരുത്തൻ എന്നെ പറഞ്ഞ വാക്കിന് ഒരെണ്ണം കൊടുത്തില്ല എങ്കിൽ ഞാൻ ഇന്ന ആളുടെ മകനല്ല. ഇന്ന വീട്ടിൽ ഞാൻ ജനിച്ച് വളർത്തപ്പെട്ട ഞാൻ ഒരെണ്ണം കൊടുക്കാതെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടാൽ ആ കുടുംബത്തിൻ്റെ മകനല്ല, ആ കുടുംബത്തിന് പേര് ഞാൻ യോഗ്യനല്ല. അതുകൊണ്ട് ഞാൻ എന്തിനായി കൈ പൊക്കി വെച്ചതെന്ന് ചോദിച്ചാൽ, ഇതിന് സ്നാനം കഴിഞ്ഞപ്പോഴെനിക്ക് സ്നാനത്തിന് സമയമായപ്പോഴും ഓർമ്മ വന്നത്, ഒരെണ്ണം കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും? വന്ന് ഈ കൈയും കൂടെ വെള്ളത്തിൽ മുക്കും, പിന്നെ ഉടലോടെ എവിടെ പോകും? സ്വർഗത്തിൽ പോകും. ക്രിസ്തുവിൽ പ്രിയരെ, പലപ്പോഴും നമ്മുടെ ചിന്തകൾ അങ്ങനെയാണ്. കർത്താവിനോടുകൂടെ ചേരുവാൻ, കർത്താവിനോടുകൂടെ അടക്കപ്പെട്ടവരാ നമ്മൾ. നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടവരല്ല, നമുക്ക് തോന്നുന്നത് പോലെയല്ല. ഒരു നല്ല കൊയറ് പോലെ കർത്താവ് ആകുന്ന ആ മാസ്റ്റർ തിട്ടപ്പെടുത്തിയിരിക്കുന്ന ആ നോട്ടുകൾ പഠിച്ച്, ഈ വേദപുസ്തകത്തിലെ വചനങ്ങൾ പഠിച്ച് അതിനനുസരിച്ച് ജീവിച്ച് മുന്നേറുമ്പോൾ നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഈ കൊയർ സൺഡേയുടെ എല്ലാ ഭാഗങ്ങളും നേരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മളിവിടെ കാണുന്നതിനേക്കാൾ ഉപരി
നിത്യതയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരുമയോടെ കാണുവാൻ കർത്താവ് നമുക്ക് പ്രാപ്തി നൽകട്ടെ. ആമേൻ.